الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه وأعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ബഹുമാന്യരെ, മാതാപിതാ പുത്ര ബന്ധങ്ങളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകളും നിർദ്ദേശങ്ങളും നിരവധിയാണ്. അവയാകട്ടെ ഏറെ ഗൗരവമേറിയതുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. ووصينا الإنسان بوالديه, തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യന് നാം ഉപദേശ നിർദ്ദേശം നൽകി. എന്താണ് ആ ഉപദേശ നിർദ്ദേശങ്ങൾ? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അല വഹ്നിൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് ഉമ്മ അവനെ ഗർഭം ചുമന്ന് നടന്നത്. മാത്രമല്ല വഫിസ്വാലുഹു ഫി ഐമൈൻ, അവൻ്റെ മുലകുടി നിർത്തുന്ന വർഷമാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. അതുകൊണ്ട് അനിഷ്കുർലി വലി വാലിദൈക ഇലയ്യൽ മസ്വീർ, എന്നോടും നിന്റെ മാതാക്കളോടും നീ നന്ദി കാണിക്കണം. ഇലയ്യൽ മസ്വീർ, എൻ്റെ അടുത്തേക്കാണ് കേട്ടോ നിന്റെ മടക്കം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. എന്നിലേക്കാണ് നിന്റെ മടക്കം എന്ന താക്കീതോടുകൂടിയാണ് ഈ പറയപ്പെട്ടവയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയ്ക്ക് നിങ്ങൾ കാരണമാകും എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയ്ക്ക് നിങ്ങൾ കാരണമാകും എന്നാണ് അള്ളാഹു തആല നമ്മളോട് താക്കീത് ചെയ്യുന്നത്. എന്തുകൊണ്ട്? 9.5 മാസക്കാലം നാം ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നു. ഈ കാലഘട്ടം ഉമ്മ സഹിച്ച ത്യാഗം വിവരണത്തിനപ്പുറമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വഹ്നൻ അല വഹ്നിൻ, പ്രയാസത്തിനുമേൽ പ്രയാസം എന്നർത്ഥം വരുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ബോധിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നമ്മുടെ വരവിനായി ഉമ്മ കാത്തിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വരവറിയിച്ചുകൊണ്ടുള്ള പ്രസവ വേദന, ആ വേദനയിൽ ഉമ്മ പുളയവേ കുഞ്ഞിൻ്റെ കരച്ചിൽ, ആ കരച്ചിൽ കേട്ട ആ മാതൃഹൃദയം തുടുത്തു. ആ വേദനയത്രയും ആശ്വാസത്തിൻ്റെ കുളിർമഴ പോലെ. ആ നാള് തൊട്ട് നാം ഉമ്മയുടെ കൈകളിൽ സുരക്ഷിതരായി. 2 വർഷക്കാലം നമുക്ക് അമ്മിഞ്ഞപ്പാൽ തന്ന് മുലയൂട്ടി. നമ്മുടെ ഓരോ ചലനവും പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നോക്കിക്കണ്ടു. കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മേമ്പൊടി ചേർത്ത് നമ്മെ പരിചരിച്ചു. നാം ഉറങ്ങാത്ത രാവുകളിൽ നമ്മുടെ തൊട്ടിലിനരികെ ഉറക്കമൊഴിച്ച് താരാട്ടുപാടി ഉറക്കി അവർ സഹിച്ച ത്യാഗം,
ആ ത്യാഗം വിവരണത്തിന് അപ്പുറമാണ്. ഈ പറഞ്ഞവയിൽ എത്രയോ മടങ്ങ് നമുക്ക് ത്യാഗം സഹിച്ചു, നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ആ ഉമ്മയെ എങ്ങനെ വെറുക്കാൻ കഴിയാം, എങ്ങനെ മറക്കാൻ കഴിയാം? എന്നാൽ ഉപ്പയാകട്ടെ നമുക്കായി എല്ലാ ഭാരവും ഏറ്റെടുത്ത് നാട്ടിലും വിദേശത്തുമായി മഴയും വെയിലും ചൂടും തണുപ്പും വകവയ്ക്കാതെ കഠിനാധ്വാനം ചെയ്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കിത്തന്നു. അങ്ങനെയിരിക്കെ അവർ വൃദ്ധരാകുമ്പോൾ അവരെ അവഗണിക്കാൻ നമുക്ക് എങ്ങനെ സാധ്യമാകും? ഇവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറയുകയും ചെയ്ത വചനത്തിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. അതായത് ബുഅദ മൻ അദ്റക അബവൈഹിൽ കിബ്റ ഇൻദഹു ഔ അഹദുഹുമ ഫലം യദ്ഖുലഹുൽ ജന്നത ഖുൽതു ആമീൻ. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരിൽ ഒരാൾ തൻ്റെ കൂടെ താമസിക്കുകയും എന്നിട്ട് അവരെ പരിചരിക്കാതിരിക്കുകയും അങ്ങനെ പരിചരിക്കാതിരിക്കുകയും ചെയ്തവൻ ആരുണ്ടോ അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറയുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരന്മാരെ, നാം ചിന്തിക്കുക, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്തമന്മാരായ 2 പേരുടെ പ്രാർത്ഥനകൾ അള്ളാഹു തആല കേൾക്കാതിരിക്കുമോ? തീർച്ചയായും കേൾക്കുമെന്ന് മാത്രമല്ല, അത് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും, എന്നുള്ളതാണ് വസ്തുതയും. ഇതോട് ചേർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനം കൂടി നമ്മൾ മനസ്സിലാക്കുക. മൻ അസ്ബഹ മുത്തിഅൻ ഫീ വാലിദൈഹി അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന. മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, സേവനം ചെയ്തുകൊണ്ട്, അവരെ പരിചരിച്ചുകൊണ്ട് ആരൊരാൾ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടിയോ അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ കവാടങ്ങൾ 2 അവന് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുന്നത്. 2 സ്വർഗീയ വാതിലുകൾ അവന് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുന്നു. അവനിഷ്ടമുള്ള വാതിലിലൂടെ അവിടെ പ്രവേശിക്കാം. ഇനി വൈങ്കാന വാഹിദൻ ഫവാഹിദ, ഒരു വാതിലാണ് തുറന്നിട്ട് കൊടുക്കുന്നതെങ്കിലോ, ആ ഒരു വാതിലിലൂടെ ഒരാളെയാണ് അവൻ പരിചരിച്ചത് എങ്കിലോ ഒരു വാതിലായിരിക്കും അല്ലാഹു തആല അവന് തുറന്നിട്ട് കൊടുക്കുക. ആ വാതിലിലൂടെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഇനി വമൻ അസ്ബഹ ആസിയൻ ലില്ലാഹി ഫീ വാലിദൈ അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി മിനന്നാർ. മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ച് അവഗണിച്ച് അവരെ ശ്രദ്ധിക്കാതെ അവരെ പരിചരിക്കാതെ പിന്മാറിക്കഴിഞ്ഞ മക്കളെ, ആ മക്കൾക്ക് ലഭ്യമാകുന്നത് ബാബാനി മഫ്തൂഹാനി മിനന്നാർ, നരകത്തിൻ്റെ 2 കവാടങ്ങളാണ് അവർക്ക് തുറന്നിട്ട് കൊടുക്കുന്നത്. ആ കവാടത്തിലൂടെ, ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ റബ്ബ് തആല അവനെ നരകത്തിലേക്ക് ആനയിക്കും എന്നർത്ഥം. ഇനി 2-ൽ ഒരാളെയാണ് അവൻ ദ്രോഹിച്ചത്, പരിചരിക്കാതിരുന്നത്, ശുശ്രൂഷിക്കാതിരുന്നത് എങ്കിൽ ഒരു വാതിലായിരിക്കും, നരകത്തിൻ്റെ ഒരു കവാടമായിരിക്കും അവൻ്റെ മുന്നിൽ തുറന്നിട്ട് കൊടുക്കുക എന്ന്. ഈ വചനം, ഈ പാഠം അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, വഇൻ വലമ, മാതാവും പിതാവും എന്നെ ഉപദ്രവിച്ചു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിച്ചാൽ പിന്നെ ഇതിന് തെറ്റുണ്ടോ? പിന്നെ അവരെ ഞങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടോ? മാതാവും പിതാവും ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്, ആ ദ്രോഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ അവരെ സംരക്ഷിക്കാത്തത് എങ്കിൽ അതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നാം ശരിക്കും ഉൾക്കൊള്ളുക. വഇൻ വലമ വഇൻ വലമ വഇൻ വലമ, അവരുപദ്രവിച്ചാലും നീ അവരെ പരിചരിക്കണം, നീ അവരെ ശ്രദ്ധിക്കണം, നീ അവർക്ക് വേണ്ടി സേവനങ്ങൾ അർപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവരെ പഠിപ്പിച്ചു, ആ സദസ്സിനെ പഠിപ്പിച്ചു. സാധാരണ നമ്മളൊക്കെ കേൾക്കുന്നൊരു വാക്കുണ്ട്, വാപ്പയും ഉമ്മയും എന്നോടും എൻ്റെ ഭാര്യയോടും ചെയ്ത ദ്രോഹം, എന്നോടും എൻ്റെ കുട്ടികളോടും ചെയ്ത കടുപ്പം ഇത് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കാത്തത് എന്നിങ്ങനെ പറഞ്ഞ് കൈ കഴുകുന്ന മക്കൾക്കുള്ള ഒരു താക്കീതാണ് വഇൻ വലമാ വഇൻ വലമാ വഇൻ വലമാ എന്ന 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ആ വാക്കുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരാണ് നമ്മുടെ ഉമ്മ? ആരാണ് നമ്മുടെ ഉമ്മ? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ജന്മം നൽകിയത് മുതൽ ഉമ്മ എന്ന് വിളിക്കപ്പെട്ടവൾ, നാം മൂത്രമൊഴിച്ച് കുതിർന്ന ഓലപ്പായയിൽ തളർന്ന് ഉറങ്ങിയവൾ, നാം കാഷ്ടിച്ചതും മൂത്രിച്ചതും ആ ഉമ്മയുടെ മാറിടത്തിലൂടെ, അത് സ്നേഹത്തോടെ തുടച്ചു നീക്കി നമ്മെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ ആ ഉമ്മ. ഇന്ന് പ്രമാണിമാരായ മക്കളെ അവരുടെ ഭാര്യമാരെയും ശല്യപ്പെടുത്താൻ ഒരിക്കലും കൊതിക്കാത്തവളാണ് ഉമ്മ. അങ്ങനെ ഏകാന്തതയിൽ കഴിഞ്ഞകാല ഓർമ്മകൾ അയവിറക്കി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അല്ലെങ്കിൽ അമ്മ പലപ്പോഴും നൊന്ത് പെറ്റ മക്കളെ മോനെ എന്ന് അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടാത്തവളാണ് ആധുനിക യുഗത്തിലെ ഉമ്മ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഉമ്മ എന്ന വിശുദ്ധ ജീവിയുടെ നേർചിത്രം മനസ്സിലാക്കാൻ നമുക്ക് തൊട്ടടുത്തുള്ള വൃദ്ധസദനങ്ങൾ ധാരാളം മതി. വൃദ്ധസദനങ്ങൾ ഈ പറഞ്ഞവയ്ക്കൊക്കെയും സാക്ഷി എന്നർത്ഥം. സഹോദരങ്ങളെ, നമുക്ക് ഈ വിഷയത്തിൽ നല്ല തിരിച്ചറിവ് ഉണ്ടായേ മതിയാകും. കാരണം ബുറൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? അള്ളാഹിന്റെ റസൂലേ, ഇന്നി ഹമിൽതു ഉമ്മി അലാ ഉനുഖി ഫർസഖീൻ, ഞാൻ എൻ്റെ ഉമ്മാനെ തോളത്തിട്ടുകൊണ്ട് 2 ഫർസഖ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 5.5 കിലോമീറ്ററോളം വരുമെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്രയും ദൂരം ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ മരുഭൂമിയിലൂടെ കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ എൻ്റെ ഉമ്മയെ തോളത്തിട്ട് ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ സ്വഹാബി വര്യം പറയാണ്, ലൗ അൽഖൈതു ഫീഹാ ബിൽഅതം മിൻ ലഹ്മിൻ ലനളിജത്, ആ മരുഭൂമിയിലുണ്ടല്ലോ ഒരു കഷ്ണം മാംസക്കഷ്ണം നമ്മൾ ഇട്ടെങ്കിൽ അത് വെന്ത് പാകമാകും. അത്രമാത്രം കടുത്ത ചൂടുള്ള ആ മരുഭൂമിയിലൂടെയാണ് ഏകദേശം 5 കിലോമീറ്ററോളം ഞാൻ എൻ്റെ ഉമ്മയെ തോളത്തിട്ട് നടന്നത് എന്ന്. അതുകൊണ്ട് ഫഹൽ അദ്ദൈതു ശുക്രഹ, എൻ്റെ ഉമ്മാനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തി കഴിഞ്ഞില്ലേ, ഉമ്മാക്കുള്ള നന്ദി ഞാൻ വീട്ടിൽ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച ആ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് ലഅല്ലഹു അൻ യകൂന ലത്വലിഖത്തൻ വാഹിദ, നിന്നെയോർത്ത് ഉമ്മ വേദനിച്ച ആ വേദനയുണ്ടല്ലോ, നിന്നെയോർത്ത് ഉമ്മ നെടുവീർപ്പിട്ട ആ നെടുവീർപ്പുണ്ടല്ലോ, അതിന് പോലും അത് തുല്യമാകൂല എന്ന്. ഒരേ ഒരു നെടുവീർപ്പിന് പോലും നീ ചെയ്ത ഈ പ്രവർത്തനം തുല്യമാകൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആരാണ് ഉമ്മ? പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇങ്ങനെയാണ്. പിതാവിൻ്റെ മരണശേഷം തറവാട്ടിൽ ജ്യേഷ്ഠാനുജന്മാരെല്ലാവരും ഒത്തുകൂടി അനന്തരാവകാശം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുകയാണ്. ചിലർ ഈന്തപ്പനത്തോട്ടത്തിന് വേണ്ടി ന്യായവാദം നടത്തുന്നുണ്ട്, ചിലർ ഗോതമ്പ് വയലിന് വേണ്ടി, ചിലർ ആടുമാടുകൾക്ക് വേണ്ടി. ഓരോ മക്കളും അവരവർക്ക് ഇഷ്ടപ്പെട്ടവയ്ക്കായി ന്യായവാദം നടത്തുമ്പോൾ ഏറ്റവും ചെറിയ മകൻ ഫഖ്റു മാത്രം, അതായത് നാം ഇപ്പോൾ പറഞ്ഞ ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ല മാത്രം നിശബ്ദനാണ്, ഒന്നും മിണ്ടുന്നില്ല. ഇത് കണ്ട് ജ്യേഷ്ഠന്മാരിൽ ഒരാൾ ചോദിച്ചു, ഫഖ്റേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്താ ഒന്നും ചോദിക്കാത്തത്? നിനക്കൊന്നും വേണ്ടേ? ഇത് കേട്ട് ഫഖ്റുദ്ദീൻ റഹ്മഹുല്ല ഉടനെ എഴുന്നേറ്റ് പറഞ്ഞു, വേണം, എനിക്ക് വേണം. എൻ്റെ ഉപ്പാന്റെ സ്വത്തിൽ വെച്ച്
എൻ്റെ ഉപ്പാന്റെ സ്വത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ സ്വത്ത് എന്താണോ അതാണ് എനിക്ക് വേണ്ടത്. ഇത് കേട്ടപ്പോൾ ജ്യേഷ്ഠന്മാർക്ക് വല്ലാതെയായി. ഞാൻ ആവശ്യപ്പെട്ടതാണോ ഇനി ഫഖ്ർ ചോദിക്കുക? ഇങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ അതാണ് അപ്പോൾ നങ്കൂരമിട്ടത് എന്നർത്ഥം. അങ്ങനെ കൂട്ടത്തിൽ മറ്റൊരാൾ ഫഖ്റുവിനോട് ചോദിച്ചു, എന്നാൽ നിനക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും അങ്ങോട്ട് പറ, എന്താണെന്ന് ചോദിക്കും എന്ന് പറഞ്ഞ നേരത്ത് ഫഖ്റുദ്ദീൻ റഹ്മഹുല്ല പറയുന്നത്, തൻ്റെ ഉമ്മാക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, ഇതാ എൻ്റെ ഉമ്മ, ഇത് എൻ്റെ ഉപ്പാന്റെ സ്വത്തിൽ വെച്ച് ഏറ്റവും മുന്തിയ സ്വത്ത്, ഇത് ഞാൻ ആർക്കും വിട്ടുതരൂല, എൻ്റെ ഉമ്മാനെ ഞാൻ ആർക്കും വിട്ടുതരൂല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് ജ്യേഷ്ഠന്മാർ വല്ലാതെയായിപ്പോയി. അവർ നിശബ്ദരായി. ഫഖ്റുവിന്റെ ആവശ്യം കേട്ട അവരുടെ നാവ് അടങ്ങിപ്പോയി. അവരുടെ അവകാശവാദം അന്ന് അവിടെ അവസാനിപ്പിച്ചു. അവരെല്ലാവരും തിരിച്ചുപോയി എന്ന് ചരിത്രം പറയുന്നു. ഇതാണ് ഉമ്മ. ഇന്ന് വൃദ്ധരായ മാതാപിതാക്കളെ മക്കൾ വീതം വെക്കുന്ന കാലം. വീതം വെക്കുക എങ്ങനെ? ഒരു മാസം നീ, ഒരു മാസം ഞാൻ, ഒരു മാസം അവൾ, അങ്ങനെ വീതം വെച്ച് മാസം 30 തികയുമ്പോൾ കാത്തിരിക്കുക, എന്തേ ഈ തള്ളനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ തന്തനെ കൊണ്ടുപോകാൻ വരാത്തത്? പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരാൻ വൈകിയപ്പം ഉമ്മാനെ ജ്യേഷ്ഠന്റെ വീട്ടിന്റെ കോലായിലിട്ട് കടന്നു കളഞ്ഞ മക്കളുടെ നാട് എന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാന്റെ റസൂലിന്റെ ഒരു വർത്താനം. യാ റസൂലല്ലാഹ്, ഒരാൾ ചോദിക്കുക, മൻ അഹഖു ബിഹുസ്നി സുഹബത്തി, ആരോടാണ് ഞാൻ നന്നായി വർത്തിക്കേണ്ടത്, ആരോടാണ് ഞാൻ നന്നായി പെരുമാറേണ്ടത്? ഖല ഉമ്മുക തുമ്മ ഉമ്മുക തുമ്മ ഉമ്മുക, നിന്റെ ഉമ്മാനോട്, നിന്റെ ഉമ്മാനോട്, നിന്റെ ഉമ്മാനോട്. പിന്നീട് പറഞ്ഞത്, പിന്നീട് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചപ്പോൾ നിന്റെ ഉപ്പാനോട്. തുമ്മ അതിനാക്ക വ അതിനാക്ക്, പിന്നീട് അതിനടുത്ത ആളുകളോട് എന്ന്. അതാണ് ഉമ്മ. 3 തവണ ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ എന്ന് പറഞ്ഞെങ്കിൽ നാം മനസ്സിലാക്കുക ഉമ്മയുടെ സ്ഥാനം എന്താണ് എന്ന്. നമ്മുടെ ഉമ്മയുടെ സ്ഥാനം എന്താണെന്ന് നമ്മളെല്ലാവരും ഓർക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയുണ്ടായി, അലാ ഉനബ്ബിഉക്കും ബി അക്ബരിൽ കബായിർ, അലാ ഉനബ്ബിഉക്കും ബി അക്ബരിൽ കബായിർ, അലാ ഉനബ്ബിഉക്കും ബി അക്ബരിൽ കബായിർ. ഏയ്, ഏറ്റവും വലിയ വൻപാപം അത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഏറ്റവും വലിയ വൻപാപം അത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് 3 തവണ ആവർത്തിച്ച് ചോദിച്ചു. സഹാബത്ത്, ബലായ റസൂലല്ലാഹ്, പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അതായത് അള്ളാഹുവെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവെ വിളിച്ച് തേടുക, ചോദിക്കേണ്ടതൊക്കെയും അള്ളാഹുവോട് മാത്രമായിരിക്കുക. ഒന്ന് അതാണ്. അതിനപ്പുറം വല്ലവനും ചെയ്തോ എങ്കിൽ അത് ശിർക്കാണ്. ശിർക്കാകട്ടെ മഹാപാപമാണ്, ഏറ്റവും വലിയ പാപമാണ്. രണ്ടാമത് പറഞ്ഞത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന്. എന്നാൽ എന്താണ് ഈ ദ്രോഹം കൊണ്ടുള്ള വിവക്ഷ? എന്താണ് ദ്രോഹം കൊണ്ട് മനസ്സിലാക്കേണ്ടത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതേപ്പറ്റി വ്യക്തമായ നമുക്ക് വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാ: ബുക്കാഉൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കരച്ചിൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ബുക്കാഉൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കരച്ചിലാണ്. മിനൽ ഉഖൂഖി വൽ കബായിർ, ഏറ്റവും വലിയ വൻപാപവും ഏറ്റവും വലിയ പീഡനവും എന്ന്. അതായത് മക്കളുടെ ചെയ്തികൾ മൂലം, പ്രവർത്തനങ്ങൾ മൂലം, അവഗണന മൂലം വാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീണു എങ്കിൽ അതാണ് ഏറ്റവും വലിയ വൻപാപം എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരിക്കൽ ഒരു സ്വഹാബി വരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, എന്താണ് മാതാപിതാക്കളോടുള്ള ബാധ്യത, എന്താണ് റസൂലേ എന്ന്. അതിന് ഉത്തരം ഒറ്റ വാക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതായത് ഹുമ ജന്നതുക വനാറുക, ഹുമ ജന്നതുക വനാറുക, അവർ രണ്ടുപേരും നിന്റെ സ്വർഗമാണ്, അവർ രണ്ടുപേരും
നിന്റെ നരകവുമാണ് എന്ന്. ആര്? വാപ്പയും ഉമ്മയും നിന്റെ സ്വർഗമാണ്, അതേ അവർ തന്നെയാണ് നിന്റെ നരകവും എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വാപ്പയെ അനുസരിച്ചു, ഉമ്മയെ അനുസരിച്ചു, അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്താൽ, സേവനങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നർത്ഥം. അവരെ കരയിച്ചാലും നരകത്തിൽ പോകാമെന്നർത്ഥം. അതാണ് ആ വചനത്തിന്റെ താല്പര്യം. ഇന്ന് കല്യാണാലോചന തുടങ്ങുന്നത് തന്നെ അമ്മായി അമ്മയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടാണ്. മറ്റൊരു ട്രെൻഡ് ഇന്ന് കുട്ടികളിലുള്ള, സ്ത്രീകളിലുള്ള, യുവതികളിലുള്ള മറ്റൊരു ട്രെൻഡ് എത്രയും പെട്ടെന്ന് മാറി താമസിക്കണം. ഞാൻ, എൻ്റെ കെട്ടിയവൻ, എൻ്റെ മക്കള്, അതിന് ഭർത്താവിനെ പ്രേരിപ്പിക്കുന്ന ഭാര്യമാർ, ഭർത്താവിന് എത്രയും പെട്ടെന്ന് കൂട്ടുകുടുംബത്തിൽ നിന്നും ഊരിയെടുക്കാൻ ധൃതിപ്പെടുന്ന ഈ സ്ത്രീ, ഈ പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കാറില്ല ഞാനൊരു അമ്മായിയമ്മയാകുന്ന കാലത്തെക്കുറിച്ച്. എന്നാൽ ചില അമ്മായിയമ്മമാരാകട്ടെ മകൻ മരിച്ചിട്ടെങ്കിലും മരുമകള് പട്ടിണി കിടന്ന് കാണണം എന്ന് ചിന്തിക്കുന്നവരാണ്. പല മരുമക്കളും ഇന്ന് ഭർത്താവിൻ്റെ വീട്ടിലെ വേലക്കാരികളാണ്. നാത്തൂന് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇതാണ് ഇന്നത്തെ പല വീടുകളിലെയും അവസ്ഥ. ഒരു സംഭവം ശ്രദ്ധിക്കുക. അമ്മായിയമ്മയും മരുമകളുമായുള്ള പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു. ഏത് കാര്യവും അമ്മായിയമ്മയുടെ കൈകളിലൂടെയാവണം. അനുവാദം കൂടാതെ ഒരു കാര്യവും ചെയ്തുകൂടാ. ഏത് കാര്യത്തിനും കുറ്റം പറയൽ മാത്രം. മരുമകൾ ഞാൻ ഈ വീട്ടിലെ അധികപ്പറ്റാണ് എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. മരുമകൾക്ക് ഞാൻ ഈ വീട്ടിലെ അധികപ്പറ്റാണ് എന്ന് തോന്നി തുടങ്ങി. അങ്ങനെ അവളും അമ്മായിയമ്മയെ വിലവെക്കാതെയായി. അവർ തമ്മിലുള്ള വഴക്കും വക്കാണവും വിഴുപ്പലക്കലും കൂടിക്കൂടി വന്നു. മകനാകട്ടെ വീട് തന്നെ വെറുത്തു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഉടനെ പുറത്തു പോകും. കാര്യത്തിന്റെ കിടപ്പ് മോശമായിക്കൊണ്ടിരിക്കുന്നു, ഭർത്താവ് തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഈ പെൺകുട്ടിക്ക് തോന്നിയപ്പോൾ അമ്മായിയമ്മയുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്ന് അവൾ ചിന്തിച്ചു. ഏറെ ചിന്തയ്ക്ക് ശേഷം അവൾ ഒരു വൈദ്യനെ സമീപിച്ചു പറഞ്ഞു, സാവകാശം എനിക്കെൻ്റെ അമ്മായിയമ്മയെ കൊല്ലണം, അതിന് പറ്റിയ വിഷം തരണം. ഇത് കേട്ട് വൈദ്യൻ ഒരു ചെറിയ കുപ്പിയെടുത്ത് അതിലൊരു ദ്രാവകം ഒഴിച്ചു കൊടുത്തു, ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ രാവിലെ അമ്മായിയമ്മയ്ക്ക് കൊടുക്കുന്ന കാപ്പിയിൽ ഒരു തുള്ളി വീതം എന്നും ഇത് ഉറ്റിക്കണം. കൂടിപ്പോകരുത്, ഒരു തുള്ളിയിൽ ഒട്ടും കൂടിപ്പോകരുത്. മാത്രമല്ല, നിങ്ങളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ, നിങ്ങളാണ് അമ്മായിയമ്മയെ ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് ജനം അറിയാതിരിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മായിയമ്മയെ നന്നായി പരിചരിക്കണം, നല്ല സ്നേഹത്തോടെ അമ്മായിയമ്മയെ നോക്കണം എന്നർത്ഥം. അവരുടെ എല്ലാ കാര്യത്തിലും നന്നായി ഇടപെടണം. മരുമകൾ അതുപോലെ തന്നെ ചെയ്തു. എന്നാൽ വിഷമാകട്ടെ നൽകിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയും മരുമകളും ഏറെ അടുത്തു. അവർ ഒരൊറ്റ മനസ്സ്, ഒരൊറ്റ ശരീരം കണക്കെ പരസ്പരം സ്നേഹിച്ചു. കാരണം മരുമകൾ പ്രത്യക്ഷത്തിൽ അമ്മായിയമ്മയെ വല്ലാതെ സ്നേഹിച്ചു എന്നർത്ഥം. ഇത് കണ്ട് ഭർത്താവിന് ഏറെ സന്തോഷമായി. വീട് വിട്ടുപോകാൻ മനസ്സില്ലാതെയായി. അങ്ങനെ ഇരിക്കെ അമ്മായിയമ്മയ്ക്ക് കടുത്ത രോഗം പിടിവന്നു. മരുമകൾ ആകെ തളർന്നു. ഇത് ഞാൻ നൽകിയ ആ വിഷദ്രാവകം മൂലം അമ്മായിയമ്മയ്ക്ക് ഏറ്റതാണ് എന്ന് അവൾ ഉറപ്പാക്കി. അവൾ ഉടനെ ഓടി വൈദ്യന്റെ കടയിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഇതാ, എനിക്ക് നിങ്ങൾ ഒരു മറുമരുന്ന് തരണം. എൻ്റെ അമ്മായിയമ്മ ഒരിക്കലും മരിച്ചുകൂടാ. എനിക്ക് അമ്മായിയമ്മ സുഖമായി ജീവിക്കാൻ എനിക്കൊരു മറുമരുന്ന് തരണം. ഇപ്പോൾ അവർ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് വൈദ്യൻ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഞാൻ നിനക്ക് തന്നത് ശുദ്ധ വെള്ളം മാത്രമായിരുന്നു. പക്ഷേ ഞാൻ നിർദ്ദേശിച്ച ഒരു മരുന്ന് അത് നീ കൃത്യമായും അമ്മായിയമ്മയ്ക്ക് കൊടുത്തു. അതായത് ശുദ്ധമായ സ്നേഹം. അത് അമ്മായിയമ്മയിൽ മാറ്റമുണ്ടാക്കി. ആ മാറ്റം നിന്നെ ഈ അവസ്ഥയിൽ തിരുത്തി പറയാൻ നിന്നെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് സാരമാക്കണ്ട,
അമ്മായിയമ്മയ്ക്ക് കൊടുത്തത് വിഷമല്ല, അത് വെറും വെള്ളം മാത്രം എന്ന് വൈദ്യൻ പറഞ്ഞു. അവരെ തിരിച്ചയച്ചു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഒരാൾ തോറ്റുകൊടുത്താൽ അവിടെ ജയം പിന്നീട് സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇരുവരുടെയും ജയമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരിമാരെ നമ്മൾ ചിന്തിക്കേണ്ടത്, സഹോദരന്മാരെ നമ്മൾ ഓർക്കേണ്ടത്, ഇത്തഖുല്ലാഹ്. ബഹുമാന്യനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ വചനമാണ്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നൽ ബിർറ വൽ ഉഖൂഖ ദൈനുൻ വവഫ, നിശ്ചയമായും മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നത്, അവർക്ക് പുണ്യം ചെയ്യുന്നത് അത് ദൈനുൻ വവഫ, ഒരു കടം കൊടുക്കലാണ്, കടം വീട്ടലുമാണ് എന്ന്. കടം കൊടുക്കലും കടം വീട്ടലുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാ അത്താഴ്ത്ത വാലിദൈക, നീ നിന്റെ മാതാപിതാക്കളെ അനുസരിച്ചാൽ അതാഅക ഔലാദക, നിന്റെ മക്കൾ നിന്നെ അനുസരിക്കും. ഇതാ അക്രംത വാലിദൈക, നീ നിന്റെ മക്കളെ ആദരിച്ചാൽ അക്രമക ഔലാദക, നീ നിന്റെ മാതാപിതാക്കളെ ആദരിച്ചാൽ അക്രമക ഔലാദക, നിന്റെ മക്കൾ നിന്നെയും ആദരിക്കും. വൈദാ തവല്ലൈത അൻ വാലിദൈക, നീ നിന്റെ മാതാപിതാക്കളെ അവഗണിച്ചാലോ വഅറള അൻഹുമ ഔലാദക, നിന്റെ മക്കൾ നിന്നെയും അവഗണിക്കും. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്. قال النبي صلى الله عليه وسلم بروا آباءكم يحبوكم أبناءكم, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണേ, എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കും പുണ്യം ചെയ്യും, നിങ്ങളുടെ മക്കൾ നിങ്ങളെയും സ്നേഹിക്കും. കുല്ലു ദുനൂബ്, എന്നിട്ട് തുടരുന്ന വചനം ശ്രദ്ധിക്കുക നിങ്ങൾ. കുല്ലു ദുനൂബി യുഅഖിറുഹ അല്ലാഹു തആല മാ ശാഅ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ, ഏതൊരു പാപത്തിന്റെയും പ്രതിഫലം അന്ത്യദിനത്തിലാണ് നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു തരുന്നത് എങ്കിൽ ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ദ്രോഹം ഒഴിച്ച്. മാതാപിതാക്കളോട് കാണിക്കുന്ന ദ്രോഹം, ആ ദ്രോഹത്തിന്റെ പ്രതിഫലം ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ദുനിയ ഖബലൽ മമാത്ത്, മരണത്തിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ മരണത്തിന് മുമ്പ് അത് അള്ളാഹു നമുക്ക് നമ്മുടെ മക്കളാൽ അത് വീട്ടി തരും എന്ന്. ഞാൻ എൻ്റെ വാപ്പയെയോ ഉമ്മയെയും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളിലൂടെ ആ ദ്രോഹത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ അവസാനിപ്പിക്കുക. മാതാവ് പിതാവ് അത് അവരാരാണ്? അവരാണ് സ്വർഗം, അവരാണ് നരകം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനം അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുക. അവർ സ്വർഗമാണ് എന്ന് പറഞ്ഞത് അവരെ നമ്മൾ പരിഗണിച്ചാൽ, അവരെ ശുശ്രൂഷിച്ചാൽ, അവർക്ക് വേണ്ട ഖിദ്മത്ത് സേവനങ്ങൾ ചെയ്താൽ അത് നമ്മുടെ സ്വർഗത്തിന് കാരണമാകും. അവരെ അവഗണിച്ചാൽ അത് നരകത്തിന്റെ കാരണമായി തീരും. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ കാലടിൻ കീഴിൽ സ്വർഗമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന സജ്ജനങ്ങളായ മുഅ്മിനുകളിലും മുത്തഖികളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന റബ്ബന വലാ തുഹമ്മിൽന മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫ് അന്നാ واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.